നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കുന്നത് വായനയും വിദ്യാഭ്യാസവുമാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ഏഴൂർ റോഡിൽ പ്രവർത്തനം തുടങ്ങി. സമുചിതമായ പരിപാടികളിലൂടെ GMUP സ്കൂൾ പറവണ്ണ വായനാ ദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. PDP തവനൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. കൂട്ടായി SHM UP സ്കൂളിൽ വായനാ വസന്ത പരിപാടികൾക്ക് തുടക്കമായി. തിരുനാവായ എടക്കുളം CP ബഷീർ മാസ്റ്റർ കൃഷി ചെയ്യുന്ന മത്സ്യകൃഷി വിളവെടുപ്പും വിതരണവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കുന്നത് വായനയും വിദ്യാഭ്യാസവുമാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു. കമ്പ്യൂട്ടറിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും വരവോടെ കടലാസും പുസ്തകങ്ങളും ഇല്ലാതാകുമെന്ന സാങ്കേതിക വിദഗ്ധരുടെ പ്രവചനം അപ്രസക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ഭരണകൂടവും ജില്ലാ ലൈബ്രറി കൗൺസിലും പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും PN പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ചേരി HMY ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ KK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ IR പ്രസാദ് വായനാ ദിന സന്ദേശം നൽകി. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ A ഷഫ്ന വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി K ജാഫർ, ഏറനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശിവകുമാർ, പുറ്റാനിക്കാട് HMY ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ CK സാലിഹ്, ഹെഡ്മാസ്റ്റർ അൻവർ സക്കീർ, ഡെപ്യൂട്ടി HMM മുജീബ്, PTA പ്രസിഡന്റ് സക്കീർ വല്ലാഞ്ചിറ, ഏറനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NT ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ഏഴൂർ റോഡിൽ പ്രവർത്തനം തുടങ്ങി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജ്വല്ലറി നാടിന് സമർപ്പിച്ചു. സ്പോർട്സ് കേരള ഡയറക്ടർ ആഷിഖ് കൈനിക്കര ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. തിരൂർ ഏഴൂർ റോഡിൽ പ്രവർത്തിച്ചു വന്ന ഫൈസൽ ജ്വല്ലേഴ്സ് പുത്തനത്താണി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായി ചേർന്നാണ് പുതിയ സംരംഭം തുടങ്ങിയത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജ്വല്ലറി നാടിന് സമർപ്പിച്ചു. സ്പോർട്സ് കേരള ഡയറക്ടർ ആഷിഖ് കൈനിക്കര ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA, നഗരസഭാ അധ്യക്ഷ AP നസീമ, MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൈനിക്കര ഷാഫി ഹാജി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ, കള്ളിയത്ത് ഗ്രൂപ്പ് ഡയറക്ടർ കള്ളിയത്ത് അൻവർ സാദത്ത്, ഗായകൻ ഫിറോസ് ബാബു, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സമദ് പ്ലസന്റ്, ഷറഫുദ്ദീൻ തയ്യമ്പാട്ടിൽ, ഹമീദ് കൈനിക്കര അബ്ദുൽ ഖാദർ, ഫൈസൽ ജ്വല്ലേഴ്സ് ഉടമയും കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടറുമായ ഫൈസൽ ബാബു എരണിക്കൽ, ഡയറക്ടർമാരായ ചെയർമാൻ സയ്യിദ് അലി ഹാജി, ബാബു കനക, കുഞ്ഞുട്ടി കനക, മൻസൂർ കനക എന്നിവർ പങ്കെടുത്തു. സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പങ്ങാട്ടു കോയ, കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന ലാല, നസീർ സിക്കു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മ്യൂസിക്കൽ ഈവന്റും നടന്നു. ബിസിനസ് ഡെസ്ക്, വെട്ടം ന്യൂസ്, തിരൂർ. സമുചിതമായ പരിപാടികളിലൂടെ GMUP സ്കൂൾ പറവണ്ണ വായനാ ദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. പ്രശസ്ത നോവലിസ്റ്റും ചലച്ചിത്ര നിരീക്ഷകനുമായ ഡോക്ടർ റോഷ്നി സ്വപ്ന ഉദ്ഘാടനം നിർവഹിച്ചു.
സ്കൂൾ പ്രധാനാധ്യാപകനായ വി അബ്ദുൾ സിയാദ് അധ്യക്ഷനായ ചടങ്ങിൽ വായനാ ദിനത്തിലെ വേറിട്ട അനുഭവമായ അമ്മ വായന എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം PTA വൈസ് പ്രസിഡന്റ് ജെയ്സൽ അംഗത്വ ഫോറം സുമിന എന്ന അമ്മയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പിറന്നാൾ മധുരം ഒരു സമ്മാനമായി പുസ്തകച്ചങ്ങാതി എന്ന പദ്ധതിയിലൂടെ സ്കൂൾ ലൈബ്രറിയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് എന്ന വിദ്യാർത്ഥി സ്കൂൾ വിദ്യാരംഭം കൺവീനറായ സിജി ടീച്ചറിന് കൈമാറി. തിരൂർ റീജിയണൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്കൂളിന് സമർപ്പിച്ച 50 കസേരകൾ ഡയറക്ടർ സലീം കല്ലിങ്ങലിൽ നിന്നും PTA ഭാരവാഹി ഷിഹാബ് ഏറ്റുവാങ്ങി. ചടങ്ങിന് സ്കൂൾ അധ്യാപകനായ ജമാലുദ്ദീൻ CT സ്വാഗതവും അധ്യാപകരായ സിജി ജോസ്, സജയ് P എന്നിവർ ആശംസയും R ബിജു നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, പറവണ്ണ. ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി പറഞ്ഞു. ഭീകര ഇസ്രായേലിന്റെ യുദ്ധക്കൊതിക്കെതിരെ PDP തവനൂർ മണ്ഡലം കമ്മിറ്റി നരിപ്പറമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകര ഇസ്രായേലിന്റെ യുദ്ധക്കൊതിക്കെതിരെ PDP തവനൂർ മണ്ഡലം കമ്മിറ്റി നരിപ്പറമ്പിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സെയ്താലിക്കുട്ടി ചമ്രവട്ടം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷംലിക് കടകശ്ശേരി, മണ്ഡലം സെക്രട്ടറി സലാം അദളൂർ, സിദ്ദീഖ് മുസ്ലിയാർ, സക്കീർ കൈനിക്കര എന്നിവർ സംസാരിച്ചു. സയ്യിദലവി കടകശ്ശേരി, മജീദ് അദളൂർ, ജാഫർ അലി, EP അനീഫ നരിപ്പറമ്പ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി TVM മുസ്തഫ സ്വാഗതവും ട്രഷറർ സുലൈമാൻ ബീരാഞ്ചിറ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. കുട്ടികളിൽ വായനയോട് ചങ്ങാത്തമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കൂട്ടായി SHM UP സ്കൂളിൽ വായന വസന്ത പരിപാടികൾക്ക് തുടക്കമായി. വിവിധ പരിപാടികളാണ് വായനയുടെ വസന്തം എന്ന പേരിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. വായനയുടെ വസന്തം പരിപാടി പ്രഥമാധ്യാപിക C സലീന ഉദ്ഘാടനം ചെയ്തു. പുസ്തക അസംബ്ലി, നല്ല വായന, ഗ്രാമീണ വായനശാല സന്ദർശനം, ലൈബ്രറി അംഗത്വമെടുക്കൽ, എഴുത്തുകാരെ പരിചയപ്പെടൽ, വായന കുറിപ്പ്, വായന അനുഭവം, പത്രവായന, പത്രക്കിസ്, പുസ്തക കൂട്ടം തുടങ്ങി വിവിധ വായനാ പ്രവർത്തനങ്ങളാണ് വായനയുടെ വസന്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കളിലും വായനാ പ്രേരണയുണർത്തുന്ന ഒട്ടേറെ തുടർ വായനാ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. വായനയുടെ വസന്തം പരിപാടി പ്രഥമാധ്യാപിക C സലീന ഉദ്ഘാടനം ചെയ്തു. PK സുനിൽകുമാർ കുട്ടികൾക്കായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥി പ്രതിനിധികളായ റെനാമോൾ, PN പണിക്കർ അനുസ്മരണവും തെഹ്ലി അദേസീൻ പ്രത്യേക അസംബ്ലിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. വെട്ടം ന്യൂസ് കൂട്ടായി. തിരുനാവായ എടക്കുളം CP ബഷീർ മാസ്റ്റർ കൃഷി ചെയ്യുന്ന മത്സ്യകൃഷി വിളവെടുപ്പും വിതരണവും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് കാളിയാടൻ നിർവഹിച്ചു. എടക്കുളം CP ബഷീർ മാസ്റ്റർ കൃഷി ചെയ്യുന്ന മത്സ്യകൃഷി വിളവെടുപ്പും വിതരണവും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനും അബുദാബി KMCC മലപ്പുറം ജില്ലാ അധ്യക്ഷനുമായ അബ്ദുൾ അസീസ് കാളിയാടൻ നിർവഹിച്ചു. എടക്കുളത്തെ ചിറ്റകത്ത് പൊറ്റമ്മൽ റിട്ടയർഡ് അധ്യാപകനായ ബഷീർ മാസ്റ്റർ തന്റെ ശാരീരിക പ്രയാസങ്ങളെ തോൽപ്പിച്ച് നിരവധി കൃഷികളാണ് തന്റെ വീടിന്റെ പരിസരത്ത് ചെയ്യുന്നത്. നെൽകൃഷി, ക്ഷീരകൃഷി, മത്സ്യകൃഷി ഇങ്ങനെ നിരവധി കൃഷികൾ ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്. ബഷീർ മാസ്റ്ററുടെ കൃഷികൾക്ക് സഹായിക്കാൻ മകൻ സിയാദിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ബഷീർ മാസ്റ്ററുടെ ഇത്തരം വേറിട്ട കൃഷിരീതികൾ മറ്റുള്ളവർക്ക് മാതൃകയാണെന്നും ഇത്തരം ആളുകളെയാണ് സമൂഹം ആദരിക്കേണ്ടതെന്നും മത്സ്യകൃഷി ഉദ്ഘാടനം ചെയ്ത അബ്ദുൾ അസീസ് കാളിയാടൻ പറഞ്ഞു. മത്സ്യകൃഷി വിളവെടുപ്പിന് പീപ്പിൾസ് വോയ്സ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി ചീനിയത്ത്, CP നാസർ, നൌഫൽ ഷാ, AK അഷ്റഫ്, റാഫി, ഷെരീഫ് എന്നിവരും മറ്റ് നാട്ടുകാരും പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരുനാവായ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.